അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയായ ഒരു വിഷയമാണ് FCRA. FCRA തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുവന്നത് കുഴപ്പമായി എന്ന് ചിലർ വാദിക്കുന്നു. ഇല്ല, അത് കുഴപ്പമല്ല, കൂടുതൽ വോട്ട് BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മറ്റു ചിലർ വാദിക്കുന്നു. എന്താണ് ഈ ചർച്ചയ്ക്കും കുഴപ്പത്തിനും അല്ലെ കുഴപ്പമില്ലെന്ന് പറയുന്നതിനൊക്കെ ഉള്ള പിന്നിൽ? 2026 FCRA അമെൻമെൻറ്റ് ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടിരുന്നു എന്നുള്ളതാണ് ചർച്ചയ്ക്ക് വഴിവെച്ചത്. അതിനെ എതിർത്തത് ചില മതവിഭാഗത്തിലുള്ള ആൾക്കാർ ആണ് പ്രശ്നമാണ് എന്ന് കരുതിയത്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതിൽ വലിയ കുഴപ്പമില്ല എന്നുള്ള കാര്യമാണ്. കാരണം FCRA ഏതെങ്കിലും ഒരു മതത്തെ സംബന്ധിക്കുന്ന ഒരു നിയമമൊന്നുമല്ല. അത് വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് പണം കൊണ്ടിരുന്നത് അല്ലെങ്കിൽ വിദേശ ആതിഥേയത്വം, ഫോറിൻ ഹോസ്പിറ്റാലിറ്റി, അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യമാണ്. 2010 ആണ് ലാസ്റ്റ് ഒരു നിയമമായിട്ട് വന്നത്. അതിനുശേഷം 2011 20 25 ചട്ടങ്ങൾ ഭേദഗതി വരുത്തി. അതനുസരിച്ച് വിദേശത്തുനിന്ന് എന്ത് കാര്യത്തിനും ഫണ്ട് സ്വീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര മന്ത്രാലയം ഒരു ലൈസൻസ് നൽകണം. ആ ലൈസൻസിൻ്റെ കാലാവധി കഴിയുമ്പോൾ വീണ്ടും ആ ലൈസൻസ് പുതുക്കണം. അതുപോലെ ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യണം, എത്ര പൈസ വന്നു, എന്തിനുപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് സാധാരണഗതിയിലുള്ളത്. പണ്ട് ഞാനൊരു NGO ഇത് നടത്തിയിരുന്നു, ദർശൻ എന്നുള്ള പേരിൽ, എറണാകുളം ആസ്ഥാനമാക്കി. അപ്പോൾ ആ NGOയ്ക്ക് അന്ന് FCRA എടുത്തിരുന്നു. അന്ന് ജില്ലാ കളക്ടർ അന്വേഷിച്ച് ഇത് എന്ത് ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട്, റെക്കമെൻഡേഷൻ ഈ കേന്ദ്ര മന്ത്രാലയത്തിൽ, ആഭ്യന്തര മന്ത്രാലയത്തിന് അയക്കുന്നു. അപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് അതിനുള്ള അനുമതി അന്ന് 3 വർഷത്തേക്ക് FCRA കിട്ടുന്നു. പിന്നെ അത് പുതുക്കുന്നു. അപ്പോൾ വിദേശത്തു നിന്ന് ഇവിടെ ചാരിറ്റബിൾ വർക്ക് ചെയ്യുന്നതിന്, എഡ്യൂക്കേഷണൽ വർക്ക് ചെയ്യുന്നതിന്, സോഷ്യൽ വർക്ക് ചെയ്യുന്നതിന് ഒക്കെ ഫണ്ട് കിട്ടുക എന്നുള്ളത് നാട്ടുനടപ്പാണ്. എന്ത് ഉദ്ദേശത്തിലാണോ സ്ഥാപിക്കുന്നത് ആ ഉദ്ദേശത്തിന് തന്നെ ഫണ്ട് സ്വീകരിക്കുകയും അത് മര്യാദയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് ദർശനം എന്നുള്ള സംഘടനയ്ക്ക് വേണ്ടി FCRA ലൈസൻസ് ഞാൻ എടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായി. നല്ല കാര്യമാണ്, ഇവിടെ സാമൂഹിക പ്രവർത്തനം നമുക്ക് ചെയ്യാം. അന്ന് ദർശൻ ആദ്യമായിട്ട് ജെൻഡർ ലൈൻ എന്നുള്ളൊരു സർവീസ് നടത്തി, മൈക്രോ ക്രെഡിറ്റ് നടത്തി, പോവർട്ടി എലിവേഷൻ സ്കീംസ് നടത്തി. അങ്ങനെ കുറേ കാര്യങ്ങൾ അന്ന് ഇവിടെ ചെയ്തു. അതിനുള്ള ഫണ്ടുകൾ വരികയും അതിനുള്ള റിപ്പോർട്ട് ഓരോ വർഷം നമ്മൾ നൽകുകയും ചെയ്തു. വീണ്ടും അത് പുതുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ ഈ 2026 ഈ ബില്ലിന് ഒരു ചർച്ചയായതിൻ്റെ കാരണം ഇതിലെ ഒരു പ്രധാന 1-2 കാര്യങ്ങളാണ്. ഒന്ന്, പണ്ട് FCRAയുടെ അക്കൗണ്ട് നമ്മൾ എവിടെ വേണേൽ എടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ SBI ഡൽഹിയിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിബന്ധന. 2, ഈ FCRA ലൈസൻസ് പുതുക്കിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോറിൻ ഫണ്ട് കൊണ്ട് എന്തെങ്കിലും ഒരു അസറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാകുമെന്നുള്ളത്. സാധാരണഗതിയിൽ ഫോറിൻ ഫണ്ട് സ്വീകരിക്കുന്നത് എന്തെങ്കിലും എസ്റ്റേറ്റ് വാങ്ങിക്കാനോ കെട്ടിടം പണിയാനോ ഒന്നും അല്ല. പണ്ടും അങ്ങനെ തന്നെയാണ്. എസ്റ്റേറ്റ് വാങ്ങിക്കുന്നതിനും അല്ലെങ്കിൽ വലിയ ബിൽഡിംഗ് പണിതുന്നതിനൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നോർമലായിട്ടുള്ള ഇത്. ചാരിറ്റബിൾ വർക്ക് ചെയ്യുന്നതിന്, എഡ്യൂക്കേഷണൽ വർക്ക് ചെയ്യുന്നതിന്, പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് വളരെയധികം ദുരുപയോഗം ചെയ്ത ഒരു നിയമമാണിത്. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു അമെൻമെൻറ്റ് വന്നത്. ഇപ്പോൾ എരുമേലിക്കടുത്ത് എന്തോ ഒരു എസ്റ്റേറ്റ് യോഹന്നാൻ എന്ന് പറഞ്ഞ ഒരു ബിലീവേഴ്സ് ചർച്ചോ മറ്റോ അവർ വലിയൊരു എസ്റ്റേറ്റ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ ബിലീവേഴ്സ് ചർച്ച് എന്ന് പറഞ്ഞിട്ട് അവർ ഫോറിൻ കോൺട്രിബ്യൂഷൻ വാങ്ങിച്ച് എസ്റ്റേറ്റ് വാങ്ങിച്ചു. അല്ലെങ്കിൽ കണക്കിൽ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ ED വന്നിട്ട് കുറേയധികം കള്ളപ്പണങ്ങൾ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പിടിച്ചൊരു കഥയുമുണ്ട്. അപ്പോൾ അവർ വിദേശത്തു നിന്ന് പണം സ്വീകരിക്കുന്ന ഒരു ഏജൻസി ആയിരുന്നു. അതുപോലെ എനിക്കറിയാം, കോയമ്പത്തൂരിനടുത്ത് പോൾ ദിനകരൻ എന്ന് പറഞ്ഞ സുവിശേഷം മാത്രം പ്രസംഗിച്ച് നടന്നിരുന്ന ഒരാൾ 100 കണക്കിന് ഏക്കർ സ്ഥലം വാങ്ങിച്ച് കുറേയധികം കോഴ്സുകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി ആ കുട്ടികളുടെ അടുത്ത് നിന്നും പണം പിരിച്ച് വീണ്ടും അദ്ദേഹം പൈസ ഉണ്ടാക്കുന്നു.
അവിടെയും ഇ ഡി ഇപ്പോൾ ദിനകരൻ്റെ ഓഫീസുകളിലും ഇ ഡി വന്നിട്ട് കള്ളപ്പണം പിടിച്ച ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ FCRA ദുരുപയോഗം ചെയ്ത കുറേ ഉദാഹരണങ്ങൾ കേരളത്തിലുമുണ്ട്, കേരളത്തിന് പുറത്തുമുണ്ട്. ഈ 2014 ഈ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം ഏകദേശം 19,000-ഓളം FCRA ലൈസൻസുകൾ ക്യാൻസൽ ചെയ്തു. കാരണം പല കാര്യങ്ങൾ ഇതുപോലെ എസ്റ്റേറ്റ് വാങ്ങിക്കാനും അതുപോലെ കള്ളപ്പണം ഉണ്ടാക്കാനായിട്ടും അതുപോലെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും മതപരിവർത്തന പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചു. അതൊക്കെ ദുരുപയോഗങ്ങളാണ്. അപ്പോൾ ആ ദുരുപയോഗങ്ങൾ നടത്തിയത് കൊണ്ട് 19,000 ലൈസൻസുകൾ ക്യാൻസൽ ചെയ്ത് 2014 മുതൽ. ഇപ്പോൾ ഈ ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസ് ക്യാൻസലാകും എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സ്വാഗതാർഹമായൊരു കാര്യമാണ്. എന്ത് പർപ്പസിനാണോ നമ്മൾ ഫണ്ട് സ്വീകരിക്കുന്നത് ആ ഫണ്ട് അതിന് തന്നെ ഉപയോഗിക്കുക. അത് തീർച്ചയായിട്ടും അത് ചാരിറ്റബിൾ, സോഷ്യൽ, എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ ഹെൽത്ത് അങ്ങനത്തെ ഏതെങ്കിലും മേഖലകളിൽ പാവപ്പെട്ടവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് നോർമലി ഇത് വരിക. അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് സാധാരണഗതിയിൽ ഒരു 8% ഒരിക്കലും പോകാൻ പാടില്ല എന്നുള്ള ഇൻ്റർനാഷണൽ നോംസൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ കാറ്റിപ്പറത്തി കഴിഞ്ഞാലാണ് ഈ പ്രശ്നങ്ങളുണ്ടാവുക. അപ്പോൾ ഇപ്പോഴത്തെ ഈ നിയമം എന്തുകൊണ്ടാണ് നല്ലതെന്ന് പറയുന്നത്, ഒന്ന്, ഇത് രാജ്യ താൽപ്പര്യത്തിന് വേണ്ടി ആണ് ഈ നിയമത്തിൻ്റെ ഭേദഗതി. അതായത് രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും ആളുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്യാൻസൽ പുതുക്കാൻ പാടുമില്ല. ഒരു കാരണവശാലും രാജ്യ താൽപ്പര്യത്തിന് എതിരായിട്ട്, രാജ്യത്തെ നിയമങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും ഇവിടെ ഈ ഫോറിൻ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് രാജ്യദ്രോഹം തന്നെയാണ്. രണ്ടാമത് 100% സുതാര്യത കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉദ്ദേശം. അതായത് എന്തിനു വേണ്ടിയാണോ ഫണ്ട് വിദേശത്തു നിന്ന് ഇങ്ങോട്ട് വിദേശ പണം സ്വീകരിക്കുന്നത് തന്നെ ഒരു തീർച്ചയായിട്ടും അതിന് കടിഞ്ഞാൺ വേണ്ടതാണ്. അല്ലെങ്കിൽ പല തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇവിടെ ഫണ്ടുകൾ വന്നുകൊണ്ടിരിക്കുകയും ഒക്കെ ചേരുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇനി ഉണ്ടാകാൻ പാടില്ല, നിയന്ത്രണം വേണം, ഇപ്പോൾ സുതാര്യത വേണം. ഇപ്പോൾ സുതാര്യത വരുത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ FCRA ഓൺലൈൻ പോർട്ടലുണ്ട്. അപ്പോൾ ആ പോർട്ടലിൽ നമുക്ക് എല്ലാ വിവരങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ആ പോർട്ടലിൽ FAQ ഉണ്ട്, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ലൈസൻസിന് അവിടെ അപ്ലൈ ചെയ്യാം. അതുപോലെ ലൈസൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അവിടെ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ ഏതൊക്കെ അസോസിയേഷനാണ് ലൈസൻസ് ഉള്ളതെന്നുള്ളത് സംസ്ഥാനം തിരിച്ചും വർഷം തിരിച്ചും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 2025 കേരളത്തിൽ നിന്ന് 6 സംഘടനകൾക്കാണ് കൊടുത്തത്. 2024 9 സംഘടനകൾ കൊടുത്തിട്ടുണ്ട്. മിത്രാനികേതന്, അതുപോലെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് തിരുവനന്തപുരം, അതുപോലെ കിഴക്കേ കോവിലകം ഈ മലപ്പുറത്ത്, അതുപോലെ NIT അലുമിനി അസോസിയേഷൻ, അതുപോലെ സീറോ മലബാർ സഭയുടെ എപ്പിസ്കോപ്പൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആണ് 2025 ലിസ്റ്റിൽ പറയുന്നത്. 2024 ലിസ്റ്റിൽ 9 ഉണ്ട്. പല സംഘടനകൾ, യൂത്ത് സംഘടനകളും അല്ലാത്ത സംഘടനകളും ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ വളരെ സുതാര്യമായിട്ട് ഏതൊക്കെ സംഘടനകൾക്കാണ് FCRA ഉള്ളത് വർഷം തിരിച്ചും സംസ്ഥാനം തിരിച്ചും ഈ FCRA പോർട്ടലിൽ ഉണ്ട്. ആർക്കും അത് കാണാം. അതുപോലെ അവർ ലൈസൻസിന് അപ്ലൈ ചെയ്യേണ്ടത് ഈ പോർട്ടലിൽ കൂടെയാണ്, ലൈസൻസ് റിന്യൂ ചെയ്യേണ്ട ഈ പോർട്ടലിൽ കൂടെയാണ്, റിപ്പോർട്ടുകൾ അയക്കേണ്ട ഈ പോർട്ടലിൽ കൂടെയാണ്. അതുപോലെ ഒരു FCRA ഹെൽപ്പ് ഡെസ്ക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്ത് കാര്യമുണ്ടെങ്കിൽ ആ ഹെൽപ്പ് ഡെസ്കിനോട് നമുക്ക് ചോദിക്കാം, അവരതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരും. അപ്പോൾ വളരെ സുതാര്യമായിട്ട് FCRA മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനുള്ള ചട്ടങ്ങളും നിയമങ്ങളും നടപടികളും ഒക്കെ മാത്രമാണുള്ളത്. അത് ദേശ താൽപ്പര്യം മാത്രം മുൻനിർത്തി, സുതാര്യത മുൻനിർത്തി, അതുപോലെ നല്ല വിദേശത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. അതേസമയം അതിനുള്ള ഒരു ഒറ്റ സ്ഥലത്ത് ഡൽഹിയിൽ മാത്രം SBI എന്നുള്ള ഒരു ബാങ്കിൽ കൂടി, അത് സർക്കാരിൻ്റെ ബാങ്കാണ്. അപ്പോൾ SBI ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ഇന്ത്യ ഒട്ടാകെയുണ്ട്. അപ്പോൾ SBIയിൽ ഡൽഹിയിലൊരു അക്കൗണ്ട് എന്നുള്ള പറയുന്നൊരു എനിവെയർ ബാങ്കിങ് ഉള്ളപ്പോൾ അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അതുപോലെ ഈ ഇവിടെ എസ്റ്റേറ്റ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പണിയാനോ
ഉണ്ടാക്കാനോ ആയിരിക്കരുതല്ലോ ഈ വിദേശപ്പണം ഇവിടെ സ്വീകരിക്കുന്നത്. അത് വിദേശപ്പണം അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ചാരിറ്റബിൾ വർക്കിന് വേണ്ടി തന്നെ ഉപയോഗിക്കണമെന്നുള്ളതും എന്നുള്ള ആ നിബന്ധന തീർച്ചയായിട്ടും അത് സ്ട്രിക്റ്റായിട്ട് വേണം. അതുപോലെ ആനുവൽ റിപ്പോർട്ട് തീർച്ചയായിട്ടും നൽകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ FCRA ചർച്ച പലപ്പോഴും പലരും നടത്തുന്നത് പല തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി ഉള്ള ഒരു നിയമം തന്നെയാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഈ FCRA ആകെ വളരെ കുറച്ച് പേര് മാത്രമേ അതിന് എതിർപ്പുള്ളൂ എന്നുള്ളതും ഒരു നമ്മൾ നിരീക്ഷിക്കേണ്ടതാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത്. അതിൻ്റെ കാരണം കേരളത്തിലേക്ക് വിദേശ പണവും അതുപോലെ വിദേശ ഹോസ്പിറ്റാലിറ്റി സ്വീകരിക്കുന്നതുമൊക്കെ എല്ലാ നിയമപരമായ മാർഗങ്ങളിൽ കൂടി ആണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം കുഴൽപ്പണമായിട്ട് കോടികൾ ദിവസവും കേരളത്തിലേക്ക് വരുന്നില്ലേ വിദേശ പണം. അതുപോലെ സ്വർണ്ണക്കള്ളക്കടത്തായിട്ട് വിദേശ പണമാണല്ലോ അതൊരു സ്വർണ്ണമായിട്ട് പണം വിദേശത്ത് നൽകിയ ശേഷം ഇങ്ങോട്ട് കള്ളക്കടത്തായിട്ട് സ്വർണം വരുന്നില്ലേ. അപ്പോൾ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അല്ലെ വിദേശ പണം സ്വീകരിക്കുന്നതിന് നിയമപരമായിട്ട് സുതാര്യത കൊണ്ടിരുന്നുണ്ട്, അത് വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുമ്പോഴും കേരളത്തിൽ ഇപ്പോഴും കുഴൽപ്പണമായിട്ട് വിദേശപ്പണം വരുന്നില്ലേ, അതുപോലെ കള്ളക്കടത്തായിട്ട് സ്വർണ്ണമായിട്ട് വിദേശപ്പണം ഇങ്ങോട്ട് വരുന്നില്ലേ, ഒഴുകുന്നില്ലേ എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ടതാണ്.